സഭയുടെ ആരാധനാ വർഷത്തിലെ 6-ാമത്തെ ഞായറാഴ്ചയാണിന്ന്. കർത്താവിൻ്റെ ജന്മപ്പെരുന്നാളിനോടനുബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഈ ഞായറാഴ്ചയിൽ നാം ഓർക്കുന്നത്. ഇന്ന് യോഹന്നാൻ സ്നാപകൻ്റെ ജനനത്തെ സംബന്ധിച്ച കാര്യങ്ങളാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം വായിച്ചത്. വന്ധിയായിരുന്ന ഏലിശുബായിക്ക് ഒരു പുത്രൻ ജനിക്കുമെന്നുള്ളതായ ദൈവത്തിൻ്റെ അത്ഭുതകരമായ അറിയിപ്പ് പോലെ തന്നെ മറ്റൊരു അത്ഭുതമാണ് യോഹന്നാൻ സ്നാപകൻ്റെ ജനനത്തിൽ സക്കറിയായുടെ മൗനമായിരുന്ന വായും നാവും സംസാരിക്കാൻ തുടങ്ങിയത്. ദൈവത്തിൻ്റെ കൃപ മനുഷ്യനിൽ ആവസിക്കുമ്പോൾ മനുഷ്യൻ്റെ ചിന്തകൾക്കും വിചാരങ്ങൾക്കും അതീതമായി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ ഈ സംഭവങ്ങളിൽ കാണുന്നത് പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും കാണുവാൻ നമുക്ക് സാധിക്കും. മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധിക്കുന്നുവെന്നുള്ളത് ഏലിശുബായുടെ വന്ധ്യാത്വത്തിലെ ഗർഭധാരണവും മൗനിയായിരുന്ന സ്കറിയ പുരോഹിതൻ്റെ വായും നാവും തുറന്ന് സംസാരിക്കുന്നതിലൂടെയും ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അനുഗ്രഹങ്ങളാണ് ദൈവം തമ്പുരാൻ നമുക്ക് തരുന്നത്. എന്നാൽ അതിന് ആ മാതാപിതാക്കളുടെ വിശദീകരണങ്ങൾ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നത് അവർ നീതിയും ധർമ്മവും സത്യമുള്ളവരായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മിൽ നടക്കണമെന്നുണ്ടെങ്കിൽ നീതിയും സത്യവും ധർമ്മവും പാലിക്കുന്നവരായി ജീവിക്കണമെന്നുള്ളത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സംഭവമാണെന്ന് വായിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് നാം ഡിസംബർ മാസം 8-ാം തീയതി പരിശുദ്ധ ഔഗേൻ ബാവായുടെ ഓർമ്മ ആചരിക്കുന്നതായ ദിവസവും കൂടിയാണ്. സഭയുടെ വളരെ നിർണായകമായ കാലഘട്ടങ്ങളിൽ മലങ്കര സഭയ്ക്ക് പ്രത്യേകമായ നേതൃത്വം നൽകിയ 4-ാം കാതോലിക്കായി തീർന്ന അദ്ദേഹം തൻ്റെ ആദ്യകാലം മുതലേ അനുവർത്തിച്ചതായ വലിയ ഒരു കാര്യം മലങ്കര സഭയുടെ സ്വാതന്ത്ര്യവും തനിമയും കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. 1905 മുതൽ 1909 വരെ അദ്ദേഹം ഒരു ഷമ്മാശനായും റംബാനായും താമസിക്കുന്ന കുർക്കുമദേറായിൽ പാത്രിയർക്കീസന്മാരുമായുള്ള ബന്ധം, അബ്ദേദ് മശിയ പാത്രിയർക്കീസും അബ്ദുള്ള പാത്രിയർക്കീസുമായുള്ള ബന്ധമെല്ലാം വട്ടശ്ശേരി തിരുമേനെ അറിയിക്കുമ്പോഴും ഈ സഭയുടെ സ്വാതന്ത്ര്യവും തനിമയും കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ ഈ പാത്രിയർക്കീസന്മാരുമായുള്ള ബന്ധത്തെ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു സ്വതന്ത്രമായിരിക്കുന്ന കാതോലിക്കേറ്റ് സ്ഥാപിക്കുന്നതിന് പാത്രിയർക്കീസന്മാരോട് ആവശ്യപ്പെടണമെന്ന് വട്ടശ്ശേരി തിരുമേനി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തും. എന്നാൽ അദ്ദേഹം ഇവിടെ കഴിയുന്നതായ സമയത്ത് അതിനുള്ളതായ സൗകര്യങ്ങൾ പ്രത്യേകമായി അദ്ദേഹം ക്രമീകരിച്ചു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ റംബാനായിരിക്കുന്ന സമയത്ത് അബ്ദുൽ ബാസിയ പാത്രിയർക്കീസ്
എനിക്ക് പൂർണ്ണ ശമ്മാശപട്ടം നൽകിയ അദ്ദേഹം ഇവിടെ കാതോലിക്ക സ്ഥാപനത്തിൽ നടത്തുമ്പോൾ അന്നതിന് വിപരീതമായിരുന്ന ഒരു ശബ്ദത്തിൻ്റെ കൂടെ നിൽക്കേണ്ടി വന്ന അദ്ദേഹം ധൈര്യത്തോടുകൂടെ അവിടെ സംബന്ധിക്കുകയും ആ കാതോലിക്ക വാഴ്ചയ്ക്ക് സാക്ഷിയായി തീരുകയും ചെയ്തത് കാതോലിക്കേറ്റിനുള്ള അദ്ദേഹത്തിൻ്റെ ഭക്തിയും താല്പര്യവുമാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി നാം മനസ്സിലാക്കുന്നത് മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകം, അതിൻ്റെ കാവൽഭടനായിട്ട് അദ്ദേഹം ഒരു ഷമ്മാശനായിരുന്ന കാലം മുതലേ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഏലിയാസ്രദീൻ പാത്രിക്കീസ് അദ്ദേഹത്തെ കണ്ണനാട് ഭദ്രാസന മെത്രാപ്പോലീത്തായി 1927 വാഴിച്ചയച്ചുവെങ്കിലും അതിനു മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഷമ്മാശനായതിനു ശേഷം ഇവിടെ വന്നിട്ടുള്ളതായ പ്രവർത്തനങ്ങൾ മറ്റൊന്നായിരുന്നു. എന്നാൽ 27 മുതലുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം വിഭാഗീയതയിൽ മെത്രാനായി ജീവിക്കുക എന്നുള്ളതല്ല, സമാധാനത്തിൽ മലങ്കര സഭയിൽ ഒരു മെത്രാനായി ജീവിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് അദ്ദേഹം എല്ലാ ശ്രമങ്ങളും ചെയ്തത്. ആലുവ വട്ടമേശ സമ്മേളനവും തുടർന്ന് അദ്ദേഹം ധൈര്യമായിട്ട് മലങ്കര സഭയുടെ 34 അതിലെ ഭരണഘടനയും അനുസരിച്ച് ഈവറീസ്തുതിയൻ ബാബായെ 3-ാം കാതോലിക്കായിട്ട് അംഗീകരിക്കുവാൻ അദ്ദേഹം തയ്യാറായി. അത് ഈ സഭയുടെ പൈതൃകത്തോട് അദ്ദേഹം കാട്ടിയതായ വലിയ വിധേയത്വമാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല. അതിൽ പാറ പോലെ ഉറച്ചു നിന്നു എന്ന് മാത്രമല്ല, എവിടെയും അത് പ്രഘോഷിക്കുവാൻ അദ്ദേഹം തയ്യാറായിരുന്നു. 1964 6-ാമൻ മാർപ്പാപ്പായെ കാണുന്നതായ സമയത്തും അദ്ദേഹം തൻ്റെ സഭയുടെ പൈതൃകത്തെ വ്യക്തമായി സംസാരിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് 6-ാമൻ പാപ്പ അദ്ദേഹത്തെ വിളിക്കുന്നത് ദ സുപ്രീം ഹെഡ് ഓഫ് ദി മലങ്കര ഓർത്തഡോക്സ് ചർച്ച് ഓഫ് സെൻറ്റ് തോമസ് എന്ന് പറയുന്നത്. അത്രമാത്രം തൻ്റെ സഭയെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ താൻ കാതോലിക്കായതിനു ശേഷം ആദ്യം ഒരു വിദേശ പ്രതിനിധിയെ കാണുന്ന, സഭാപ്രതിനിധിയെ കാണുന്ന സന്ദർഭം, അത് അദ്ദേഹം മാർത്തോമൻ പൈതൃകത്തെ മനസ്സിലാക്കി കൊടുക്കുവാനുള്ള സമയമായി ഉപയോഗിച്ചു. മാത്രമല്ല 1965 ആഡിസ് അബാബയിൽ കൂടിയ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭ നേതാക്കന്മാരുടെ അഥവാ പാത്രിക്കീസന്മാരുടെ സമ്മേളനത്തിൽ സംബന്ധിക്കുമ്പോഴും കാപ്റ്റിക് പാത്രിയർക്കീസിൻ്റെയും സിറിയൻ പാത്രിയർക്കീസിൻ്റെയും അർമീനിയൻ കാതോലിക്കോസിൻ്റെയും കൂടെ മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകത്തിലുള്ള അദ്ദേഹത്തിനും തുല്യമായ സ്ഥാനം ലഭിക്കുകയും അത് കാത്തു സൂക്ഷിക്കുകയും ചെയ്തു എന്നുള്ളത് അദ്ദേഹം മാർത്തോമൻ പൈതൃകത്തെ മറ്റെല്ലാ സഭകളുടെയും മുമ്പാകെ അതിൻ്റെ തുല്യതയും സ്വാതന്ത്ര്യവും തനിമയും കാത്തു സൂക്ഷിക്കുവാൻ അങ്ങേയറ്റം ശ്രമിച്ച് അതിനുവേണ്ടിയാണ് പ്രാണത്യാഗം ചെയ്തത് എന്നുള്ളത് നമുക്കറിയാം. ആ മാർത്തോമൻ പൈതൃകത്തിന് വേണ്ടി അദ്ദേഹം അനുഭവിച്ചതായ കഷ്ടതകൾ ഞെരുക്കമിട്ട് അത് മറ്റുള്ളവർക്ക് സുഗന്ധം വരുത്തുന്നത് പോലെ ഒരു സുഗന്ധധൂപമായി എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെയും കാത്തു സൂക്ഷിക്കുകയാണ്. ഏതെല്ലാം തരത്തിലുള്ള പീഡനങ്ങളും ഒക്കെ അദ്ദേഹം സഹിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിവുള്ള ഒരു കാര്യമാണ്.
പക്ഷെ അതിലൊന്നും അദ്ദേഹം ആരെയും ദൂഷിക്കുവാനോ പഴിക്കുവാനോ ആർക്കും എതിരായി എന്തെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ സഭയുടെ ഭാഗത്തു നിന്നുള്ളതായ ക്രമീകരണങ്ങൾ ബോധ്യപ്പെടുത്തുവാനുള്ളതായ ശ്രമമല്ലാതെ ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പരത്തിയതായ സുഗന്ധം ഇന്നും സഭയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നതായ കാര്യം. രണ്ടാമത് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത് ആരാധനാ വേദശാസ്ത്രത്തിൻ്റെ ഒരു ഉന്നത ഗോപുരം എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. ഇന്ന് നാം കാണുന്ന എല്ലാ ആരാധന സവിശേഷതകളും അദ്ദേഹം തന്നെ മലങ്കര സഭയ്ക്ക് നൽകിയതാണ്. മലയാളത്തിൽ എല്ലാ ശുശ്രൂഷകളും നടത്തുവാനുള്ള എല്ലാ പുസ്തകങ്ങളും ക്രമീകരിക്കുവാനും അത് അണുവിട തെറ്റാതെ അനുഷ്ഠിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വേദശാസ്ത്ര ഗ്രന്ഥങ്ങൾ എല്ലാം ലിറ്റർജിക്കൽ തിയോളജിയാണ്, ആരാധനാ വേദശാസ്ത്രമാണ്. അത് വാങ്ങിപ്പോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നാലും ക്രിസ്തുവില്ല പരമയാഗത്തിൻ്റേതായിരുന്നാലും മതോപദേശ സത്യങ്ങളെക്കുറിച്ചുള്ളതായിരുന്നാലും എല്ലാം ആരാധനയിൽ അധിഷ്ഠിതമായ ഒരു വേദശാസ്ത്രം അദ്ദേഹമാണ് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത്. ഒട്ടശ്ശേരി തിരുമേനി മതോപദേശ സാരങ്ങൾ എഴുതി സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി. എന്നാൽ അതിൻ്റെ എല്ലാം വിശദീകരണങ്ങൾ നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ പുസ്തകം ഔഗൻ ബാവായുടേതാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഉന്നതമായ സ്കോളർഷിപ്പ്, സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും സുറിയാനിയിലും മലയാളത്തിലുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം വെളിപ്പെടുത്തി തരുന്ന കാര്യമാണ്. മൂന്നാമത് മറ്റൊരു കാര്യം, അദ്ദേഹം ഈ ആരാധനയും ഒക്കെ വേദശാസ്ത്രങ്ങൾ എഴുതുക മാത്രമായിരുന്നില്ല, ഒരു മഹായോഗിയായി കുമ്പിടിയിലും ദണ്ഡനമസ്കാരങ്ങളും രഹസ്യ പ്രാർത്ഥനകളും എല്ലാം നിർവഹിക്കുന്നതാണ് തൻ്റെ ജീവിതത്തിൻ്റെ സാഫല്യം എന്നുള്ളത് മനസ്സിലാക്കി അതിൽ കൂടി അല്ലാതെ ശത്രുവിനെ ജയിക്കുവാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ മഹായോഗിയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം. പരിശുദ്ധ ഔഗൻ ബാവ കാതോലിക്കായി വഴിയുന്നതായ സമയത്താണ് ബലഹീനായി ഞാൻ വൈദിക സെമിനാരിൽ പഠിക്കുന്നത്. പലപ്പോഴും ഈ സെമിനാരിൽ അദ്ദേഹം വരുമ്പോൾ ഞങ്ങൾ സെമിനാരി വിദ്യാർത്ഥികളായി ദേവലോകത്ത് വരുന്നതായി സമയത്തും തിരുമേനിയെ കാണുന്നത് എപ്പോഴും ആ പ്രാർത്ഥനയുടെ വലിയ ഒരു യോഗി വര്യനായിട്ടാണ്. തൻ്റെ ജീവിതം മുഴുവനും പ്രാർത്ഥനയിൽ കൂടി സുഗന്ധം പരത്തിയ ആളാണ്. നമസ്കാരങ്ങളും കുമ്പിടിയിലും അതെല്ലാം എത്ര പ്രായമായിരുന്നാലും എൻ്റെ പ്രായത്തെയും ശരീരത്തിൻ്റെ ക്ഷീണത്തെയെല്ലാം അവഗണിച്ചുകൊണ്ട് കുമ്പിട്ട് പ്രാർത്ഥിക്കുന്ന ഔഗൻ ബാവായി എന്നും കണ്ണിന് മുമ്പിൽ കണ്ടത് ഞാൻ ഓർക്കുകയാണ്. അതാണ് അദ്ദേഹത്തെ ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള മുടക്കുകളും ഒക്കെ വന്നിട്ടും ശക്തനാക്കി നിർത്തി സഭയ്ക്ക് സുധീരമായ നേതൃത്വം കൊടുക്കുവാൻ സഹായിച്ച രഹസ്യമെന്നുള്ളത് നമുക്കറിയാം. ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയുവാനുള്ളത് സാമൂഹ്യ സേവനത്തിൻ്റെ ഉത്തമ മാതൃകയായിരുന്നു എന്നുള്ളതാണ്.
1909 മുതൽ 1927 വരെ ഏതാണ്ട് 18 വർഷക്കാലത്തോളം അദ്ദേഹം വടകര കേന്ദ്രീകരിച്ചുകൊണ്ട് അന്ന് തീണ്ടലും തൊടിയിലും ഉണ്ടായിരുന്നതായ ജനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അധകൃത വർഗത്തിൻ്റെ ഇടയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ഒരർത്ഥത്തിൽ പിന്നീട് അൽവാറീസ് തിരുമേനിയുടെയും പത്രോസ് ഓസ്താദ്യോസ് തിരുമേനിയുടെയും ഒക്കെ പ്രചോദനമായി തീർന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ദീർഘമായ വീക്ഷണം ഈ സഭയെ സംബന്ധിച്ച്, സമൂഹത്തെ സംബന്ധിച്ച് മനുഷ്യരെല്ലാവരും ഒന്നാണ്, മനുഷ്യരെല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കേണ്ടതാണ്, മനുഷ്യരെല്ലാവരും ഒരുപോലെ വളരേണ്ടവരാണ് എന്നുള്ള ഒരുമയുടെ സന്ദേശം, ആ ഒരുമയുടെ സന്ദേശം നിർവഹിക്കുവാൻ അദ്ദേഹം കാണിച്ചതായ സമർപ്പണം അനേകം ആളുകൾക്ക് പ്രചോദനമായി. സ്കൂളുകൾ സ്ഥാപിക്കുകയും ഉടനാട് ആശ്രമം സ്ഥാപിക്കുകയും സ്കൂളും അതുപോലെ കോലഞ്ചേരിയിലും പിറവത്തും വടകരയുമൊക്കെ സ്കൂളുകൾ സ്ഥാപിക്കുകയും എല്ലാം ചെയ്തതെല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് അദ്ദേഹം സ്ഥാപിച്ചത്. പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമൂഹ്യ സേവനം 18 വർഷം ദീർഘമായി പ്രവർത്തിച്ചതിൻ്റെ ശേഷമാണ് അദ്ദേഹത്തെ മെത്രാനായിട്ട് അഭിഷേകം ചെയ്യുന്നത്. അത് തൻ്റെ ജീവിതത്തിൽ എന്നും തുടർന്നു എന്നുള്ളതാണ് സാമൂഹ്യ സേവനത്തിൻ്റെ വലിയ മാതൃക, ഉത്തമ മാതൃക അദ്ദേഹത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിശുദ്ധ ബസേലിയോസ് ഔഗേൻ പ്രഥമൻ ബാവാ തിരുമേനിയുടെ ആ ജീവിതം നമുക്കെല്ലാവർക്കും മാതൃകയാകട്ടെ. സത്യത്തിനും നീതിക്കും സമാധാനത്തിനും വേണ്ടി എന്നും നിലകൊള്ളുവാൻ, മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുവാൻ, അതിൻ്റെ കാവൽഭടന്മാരായിട്ട് എന്നും ജീവിക്കുവാൻ നമുക്കും ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.